ഇന്നത്തോടെ നിർത്തിക്കോണം വെളുപ്പം കാലത്തുള്ളി ആക്രാന്തം. നീ ഫുഡ് ഉണ്ടാക്കിക്കേ. 6 മണിയുടെ ഫാസ്റ്റ് പോയാലേ പിന്നെ ലോക്കലിൽ തൂങ്ങി പിടിച്ച് പോകേണ്ടി വരും. ചെല്ല് നോക്കിക്കാതെ. നിക്ക് വേഗം സാറ് വന്നിട്ടില്ല. സാറേ വേഗം വാ. അയാൾ ഹോട്ടലിലേക്ക് കയറിയില്ലല്ലോ, പിന്നെ എവിടെ പോയി? ടോയ്ലറ്റിൽ പോയതാ. ഇത് എന്നാ ഇടപാട്? എന്റെ ലേലം മുടങ്ങും. ഇത് എന്നതാ വിവേകാനന്ദ? അച്ഛാ ഞങ്ങൾ ഇറങ്ങുവാന്നേ. ശാന്തമ്മ ഇവിടെ ഉണ്ടാവും. ഓരോന്ന് പറഞ്ഞ് അവളുമായിട്ട് വഴക്ക് കൂടണ്ട. നീയൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞ ഒരു വഴക്കാളിയാക്കും. അതാണല്ലോ പതിവ്. വഴക്കൂടി ഇവിടുത്തെ ഗ്ലാസും പ്ലേറ്റും ഒന്നും എറിഞ്ഞുടയ്ക്കാൻ നിൽക്കണ്ട. അച്ഛാ ഞങ്ങളേ വരാൻ കുറച്ച് ലേറ്റ് ആവും. അച്ഛൻ വൈകിട്ട് പുറത്ത് പോവാണെങ്കിൽ വീട് പൂട്ടി ചാവി അപ്പുറത്ത് കൊടുത്തേക്കണേ. ആയിക്കോട്ടെ. ഇന്നലത്തെ പോലെ ഞങ്ങളെ വരാന്ത കിടത്തരുത്. ഇല്ലടാ. പിന്നെ പോകുന്ന വഴിക്ക് വല്ല പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്നേലും ഒക്കെ കാണും. അതിനായിട്ട് വഴിക്ക് വിട്ടു. അന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഉപദേശം അങ്ങോട്ട് എഴുതി ഒരു പേപ്പർ ഇങ്ങോട്ടാ. അപ്പൊ പിന്നെ ഞാൻ മറക്കുകയല്ലോ. ഒന്ന് പോടാവേ. കുറെ ഉപദേശക്കാർ വന്നേക്കും എന്നോടെ. ശാന്തമോ, നിനക്ക് എന്നാടി എന്നോട് ഇത്ര കലിപ്പേ? ഒരു പഞ്ചപാവം വന്നേക്കണം. വേണ്ടാത്തടത്താണ് എപ്പോഴും ആളുടെ കണ്ണും നോട്ടൊക്കെ. എന്നാ നീ എന്നാന്ന് പറഞ്ഞേ? ഞാൻ കേട്ടു. നീ ആരുടെ പൂരവരമ്പയോ? ഒന്ന് പോയടെ ഇവിടുന്ന്. നിന്നെ പോലത്തെ പെണ്ണൊക്കെ ഒരു വിചാരമുണ്ട് എന്നെ പോലുള്ള ആണുങ്ങൾ ഇവിടെ ഞരമ്പ് രോഗികളാണെന്ന്. അയ്യ, പഴയ കഥകളൊക്കെ നാട്ടുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു പരാതി കൊടുത്താലുണ്ടല്ല, ഇനിയുള്ള കാലം വഴിയെണ്ണേണ്ടി വരും. ഒന്ന് പോ ശാന്തമ്മ അവിടുന്ന്. അവിടെ ഒരു തമാശ. ഇതെങ്ങട്ടാണ് മുറിഞ്ഞ കാലം വെച്ച്? നിനക്ക് എന്നൊക്കെ അറിയണം. പിന്നെ ഉച്ചക്കുണ്ടാ ഞാനുണ്ടാവും. കൂടെ ചിലപ്പോ പൈലപ്പനും കാണും. ഇച്ചിരി മാങ്ങാച്ചമന്തി കൂടെ അരച്ചേക്കണേ. ഇവിടെ മാങ്ങിയൊന്നുമില്ല. വളംപുളിയായാലും മതിയേ. വയസ്സാകും തോറും വെയിറ്റ് കൂടി വരാനുള്ള ഉപ്പൻ ചേട്ടാ. ഇതൊരുമാതിരി മഞ്ചലയെ കൊണ്ടുപോകുന്നുണ്ട്. എടാ എന്നേലും 5-8 വയസ്സ് ഇളയല്ലേ നീ? നല്ല ആരോഗ്യമുണ്ട്. എന്നെ അങ്ങോട്ട് വെച്ച കൂട്ടിയാലെന്താ? ഒരൊറ്റ പേടെ വിട്ടും. സിത്താര കൊച്ചു വരുന്നുണ്ട്. നീ ഓഫീസിലേക്കല്ലേ ഇന്ന് തന്നെ? എത്ര നേരത്തെ? ഞാനെന്നും ഈ നേരത്തല്ലേ പോകുന്നത്. അച്ഛന്റെ കാലിന് എങ്ങനെയുണ്ട്? ഓ അതൊക്കെ അങ്ങനെ കിടക്കും. പിന്നെ എന്റെ പെൻഷൻ കാശ് കിട്ടിയായിരുന്നു. അത് നിന്നെ ഏൽപ്പിക്കാൻ വന്നാ. വീട്ടിലേക്കല്ലേ? അമ്മയുടെ കൊടുത്തേരെ. ഓ അത് ശരിയാകുമല്ലോ. അവളോട്ട് കൈ വാങ്ങത്തുമില്ല. പിന്നെ അവിങ്ങിയ മോന്ത കാണ്ടിയും വരും. കൂടെ പൈലപ്പൻ ചേട്ടനുണ്ടല്ലോ, കൊടുത്തോളും. എന്റെ ബസ് പോവാ, അതുകൊണ്ട് അമ്മ വാങ്ങിച്ചോളും. ചെല്ല്. പിന്നെ എന്നാ ഞാൻ കൊടുക്കുകയല്ലേ? പണ്ടെങ്ങാണ്ടോ ചെയ്തൊരു പോക്കണം കേട്ടിന് ഇങ്ങനെയുണ്ടോ പെണ്ണുമ്പിളുടെ ഒരു ശിക്ഷ? ജീവപര്യന്താണ് 14 വർഷമല്ലേ ഉണ്ടാകത്തുള്ളൂ. ഇതിപ്പോ അതിനെക്കാട്ടിലും കൂടുതലായില്ലേ? ഇതേ ഞാനും കെട്ടിയോളും തമ്മിലുള്ള പ്രശ്നമാണ്. നീ ഇതിനകത്ത് കയറി കൂടുതൽ ഒരുപാട് അങ്ങോട്ട് അഭിപ്രായിക്കണ്ട. ഇതെന്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കേസല്ലേ. പിന്നെ അതെ നീ വണ്ടി നിർത്തിയിട്ട് അവളെ വിളിച്ചേ. ടീച്ചറേ, സാവിത്രി ടീച്ചറേ, ദേ പപ്പൻ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. പൈലപ്പന ഇങ്ങനെ ഡോക്ടറെ കണ്ടായിരുന്നോ? വലിയ മുറിവാണോ? എന്നോടാണ് ചോദിക്കുന്നത് ടീച്ചറെ. വടി പോലും നിൽക്കുമല്ലേ, നേരിട്ടൊക്കെ ചോദിക്കാൻ മേലേ? ഞാൻ കൊടുത്തവള് മേടിക്കുന്ന അറിയില്ലേ? സിത്താരുടെ കയ്യിലല്ലേ കൊടുക്കുന്ന എപ്പോഴും? കൊച്ചെവിടെ തരാൻ പറഞ്ഞേ? എടാ പൈലപ്പോ, ജാതി പറിക്കാറായി കിടക്കാണല്ലോ. ആണോ? പണിക്കാരെ ഒന്നും കിട്ടി കാണുകയില്ലായിരിക്കും. അടുത്തില്ലായിരിക്കും. പറമ്പിലാണെ പുല്ലുകാരി മുടിഞ്ഞു കിടക്കുക. നാളെ ആ കുട്ടനോട് ആന്റപ്പനോട് പണിക്ക് നിൽക്കാൻ പറ. ഇങ്ങനെ ചായ വേണോന്ന് ചോദിക്കേ? വേണ്ട, എനിക്ക് എന്നാണല്ലോ വേണം ടീച്ചറെ. അതെ പപ്പൻ ചേട്ടാ, എല്ലാ മാസവും പെൻഷനിൽ തുക മുടങ്ങാതെ പപ്പൻ ചേട്ടൻ ഇവിടെ ഏൽപ്പിക്കുന്നുണ്ട്. ടീച്ചറിന് പെൻഷൻ ഉള്ളതല്ലേ, അതന്നെ ഇങ്ങോട്ട് തരാത്തെ? ഞാൻ കാരണമല്ലേടാ അവള് ജോലി രാജിവെച്ചത്. അതും 10-12 കൊല്ലം സർവീസ് ബാക്കിയുള്ളപ്പോ. അതുകൊണ്ടൊക്കെ മിനിമം പെൻഷനേ ഉള്ളൂ. അവൾ എത്ര ഗർഭിച്ചാലും മാസം ഇതിവിടെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ എനിക്ക് മനസ്സമാനം കിട്ടുകയല്ല. അതാ എന്നാ പിടിച്ചോ. പറഞ്ഞല്ലേടാ, പിടിച്ചോ. ഇവിടെ വീട്ടിലോട്ട് കൊണ്ടുവെക്കേ.